വെൽക്കം ടു ഷിദാസ് ടോക്ക്. ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലുള്ള വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന പാഠഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. വെയിറ്റിംഗ് ഫോർ റെയിൻ റിട്ടൺ ബൈ അനിത നായർ. അപ്പോൾ അനിത നായർ എഴുതിയ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ട്രാവൽ റൈറ്റിംഗ്സ് ഓപ്പൺ എ വിൻഡോ ഇൻ ടു ഡൈവേഴ്സ് കൾച്ചേഴ്സ്, ലാൻഡ്സ്കേപ്സ് ആൻഡ് യുണീക്ക് എക്സ്പീരിയൻസസ് ഇൻസ്പയറിംഗ് ഗ്ലോബ് ട്രോട്ടേഴ്സ് ആൻഡ് ആം ചെയർ ട്രാവലേഴ്സ് എക്രോസ് ദ വേൾഡ്. അപ്പോൾ ഈ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായ സംസ്കാരങ്ങളിലേക്കും ഭൂപ്രദേശങ്ങളിലേക്കും അതുല്യമായ അനുഭവങ്ങളിലേക്കൊക്കെ ഗ്ലോബ് ട്രോട്ടേഴ്സ്, അതായത് ലോകം ചുറ്റുന്ന ആൾക്കാർ അല്ലെ, ലോകസഞ്ചാരികളെയും അതേപോലെ ആം ചെയർ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ വീടുകളിൽ ഇരുന്ന് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടും ബ്ലോഗുകൾ കണ്ടിട്ടും ടി വിയിൽ ഇപ്പോൾ സഫാരി പോലെയൊക്കെയുള്ള പ്രോഗ്രാമൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ലോകം കാണുന്ന ആൾക്കാർ, അവരാണ് ആം ചെയർ ട്രാവലേഴ്സ്. അപ്പോൾ ഈ ആം ചെയർ ട്രാവലേഴ്സിനും നമ്മുടെ ലോകം ചുറ്റി കാണുന്ന ആൾക്കാർക്കുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജാലകം, അത് ഈ വ്യത്യസ്തമായ കൾച്ചറിൻ്റെയും ഭൂപ്രകൃതിയുടെയും അതുല്യമായ അനുഭവങ്ങളുടെയൊക്കെ ഒരു ജാലകം തുറന്നു തരുന്നു. എന്തെന്ന്? ട്രാവൽ റൈറ്റിങ്സ് അല്ല, ഇതുപോലുള്ള യാത്രാ വിവരണങ്ങൾ. ഓക്കെ, ഒരു ജാലകം നമുക്ക് തുറന്നു തരുന്നു. റീഡ് ആൻഡ് എൻജോയ് ട്രാവൽ ആർട്ടിക്കിൾ ബൈ എ സെലിബ്രേറ്റഡ് റൈറ്റർ ഫ്രം കേരള. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള അറിയപ്പെടുന്ന എഴുത്തുകാരിയുടെ ഇത്തരത്തിലുള്ള ഒരു ട്രാവൽ ആർട്ടിക്കിൾ വായിച്ച് ആസ്വദിക്കുക. ഷീ പെയിൻറ്റ്സ് ദ പിക്ചർ ഓഫ് എ ജേർണി ടു ഹർ വില്ലേജ് ഇൻ സെർച്ച് ഓഫ് ദ റെലക്റ്റന്റ് മൺസൂൺ. റെലക്റ്റന്റ് മീൻസ് മടിച്ചു നിൽക്കുന്ന, വൈമനസ്യം കാണിക്കുന്ന എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മഴയെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തേക്ക്, സ്വന്തം വില്ലേജിലേക്ക് നമ്മുടെ ഈ അനിത നായർ പോകുന്ന ആ ഒരു യാത്രയെ വരച്ചു വെച്ച്, ഷീ പെയിൻറ്റ്സ്, അതായത് വരച്ചു വെക്കുക, വാക്കുകൾ കൊണ്ട് വരച്ചു വെച്ച ഒരു ആർട്ടിക്കിളാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ അനിത നായരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ പേജ് നമ്പർ 89 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനിത നായരുടെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് അല്ലേ. നോവൽ ദ ബെറ്റർ മാൻ, ലേഡീസ് കൂപ്പ്, മിസ്ട്രസ്, ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ്, ഇദ്രീസ് കീപ്പർ ഓഫ് ദ ലൈറ്റ് ആൻഡ് ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ്. ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഹെർ വർക്ക്സ് ഇൻക്ലൂഡ് എ കളക്ഷൻ ഓഫ് പോംസ് ടൈറ്റിൽഡ് മലബാർ മൈൻഡ്. മലബാർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് പോയത്തിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അല്ല, ഒരു കവിതാ സമാഹാരങ്ങളുണ്ട്, പിന്നെ കളക്ഷൻ ഓഫ് എസ്സേസ് ഉണ്ട് ടൈറ്റിൽഡ്, അതേപോലെ എസ്സേയുടെ സമാഹാരമുണ്ട്, ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലസ് ആൻഡ് ബുക്സ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ അവരുടെ കൃതികളെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷീ ഹാസ് ഓൾസോ റിട്ടൺ പ്ലേസ് ആൻഡ് ദ സ്ക്രീൻ പ്ലേ ഫോർ ദ മൂവി adaptation of her novel Lessons in Forgetting, which was screened in the Indian Panorama at IFFI 2012. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ തന്നെ നോവലായ ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തിരക്കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഫിലിം അവാർഡിൽ ആ ഒരു തിരക്കഥ അവതരിപ്പിച്ച തിരക്കഥയല്ല, ആ ഒരു ഫിലിം ഇന്ത്യൻ പനോരമയിലെ 2012 അവതരിപ്പിച്ചതും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻഡ് അതിന് 2013 നാഷണൽ ഫിലിം അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ലഭിച്ച എഴുത്തിന് കിട്ടിയ അംഗീകാരമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അനിത ആറ്റിക് എന്ന പേരിൽ നമ്മുടെ റൈറ്റർ തന്നെ ഫൗണ്ടറായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ട് അല്ലേ. ഷീ ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ദ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അനിത ആറ്റിക് എന്ന പേരിൽ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ആർട്ടിക്കിളിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. In Kerala, much like the rest of India, the monsoon can reduce a region to penury and its absence can cause the same. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങൾ പോലെ തന്നെ കേരളത്തിലും എന്താണ് മൺസൂണിന് പെനുറി മീൻസ് ദാരിദ്ര്യം അല്ല, എക്സ്ട്രീം ലെവൽ ഓഫ് പോവേർട്ടിയാണ്. അപ്പോൾ ഇതേപോലുള്ള കൊടിയ ദാരിദ്ര്യം ഉണ്ടാക്കാനും അതേപോലെ മൺസൂണിൻ്റെ ആബ്സെൻസ് അല്ല, മൺസൂൺ കൂടിയാലും നമുക്ക് പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുമ്പോഴും നമുക്കിവിടെ ദാരിദ്ര്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് ആ 2 ലൈനിൽ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം. The flight nosed into a cloud and we rocked with the turbulence outside. അപ്പോൾ ഫ്ലൈറ്റ് ക്ലൗഡിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആൻഡ് വി റോക്ക്ഡ് വിത്ത് ദ ടർബുലൻസ് ഔട്ട്സൈഡ്, പുറത്തുള്ള ആ ഒരു പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ നമ്മളൊന്ന് ആടി ഉലഞ്ഞു. അപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. എ പെക്കുലിയർ സൈലൻസ് crept among the passengers, most of whom were young men seeking the myriad hues of green pastures of Kerala, where it seems everything was in abundance but a labor force and rain. അപ്പോൾ അസാധാരണമായ ഒരു എന്താ പറയുക, a peculiar silence crept among the പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ട്, അസാധാരണമായ ഒരു സൈലൻസ് ആണുള്ളത്. മോസ്റ്റ് ഓഫ് ഹൂം വെർ യങ് മെൻ, അതിൽ കൂടുതൽ ആൾക്കാരും ചെറുപ്പക്കാരായിരുന്നു. സീക്കിംഗ് ദ മിരിയാഡ് ഹ്യൂസ് ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് ഓഫ് കേരള വേർ ഇറ്റ് സീംസ് എവറിത്തിങ് വാസ് എബൻഡൻസ്. അപ്പോൾ കേരളത്തിലെ ആ പച്ചപ്പും, മിരിയാഡ് മീൻസ് ലാർജ് നമ്പർ ഓഫ് ആ ഒരു ഗ്രീനറിയും, പാസ്റ്റേഴ്സ് മീൻസ് പുൽമേടും ഒക്കെ അന്വേഷിച്ചിട്ട് വരുന്ന ആൾക്കാർ. ഇതൊക്കെ തന്നെ ഈ പറയുന്ന പച്ചപ്പും ഹരിതാഭയൊക്കെ കേരളത്തിൽ എബണ്ടൻസ് ധാരാളമായിട്ടുണ്ട്. ഇല്ലാത്തതെന്താ, ബട്ട് എ ലേബർ ഫോഴ്സ് ആൻഡ് റെയിൻ, ആവശ്യത്തിനുള്ള തൊഴിലാളികളും മഴയുമാണ് കേരളത്തിൽ ഇല്ലാത്തതായിട്ടുള്ളത്. The plane rocked some more and somewhere behind me the child wailed in fright. An elderly couple alongside who had been chatting incessantly was finally quiet. The plane rocked some more. അല്ലെ, പ്ലെയിൻ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ ഒന്ന് ഒലഞ്ഞു പോകുന്നുണ്ട് അല്ലേ. ആ ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ്. ആൻഡ് സംവെയർ ബിഹൈൻഡ് മീ, അപ്പോൾ നമ്മുടെ എഴുത്തുകാരിയുടെ പിറകിലിരിക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വെയിൽഡ് ഇൻ ഫ്രൈറ്റ്, പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ആൻഡ് എൽഡർലി കപ്പിൾ അലോങ് സൈഡ് ഹു ഹാഡ് ബീൻ ചാറ്റിംഗ് ഇൻസെസൻ്റ്ലി വാസ് ഫൈനലി ക്വയറ്റ്. അപ്പോൾ അതേപോലെ തന്നെ പിറകിലിരിക്കുന്ന കുറച്ച് മുതിർന്ന 2 ദമ്പതിമാർ, അവർ അതുവരെയും നിർത്താതെ, ഇൻസെസൻ്റ്ലി മീൻസ് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നതായിരുന്നു. അവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ക്വയറ്റായിട്ട് വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ടാണുള്ളത്. ആ ഒരു ഫ്ലൈറ്റിൻ്റെ ആടിയുലയിൽ പൊതുവെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പേടിയുണ്ടാവും അല്ലേ. പുറത്തെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ എന്തായാലും ഫ്ലൈറ്റിൽ ഇരിക്കുന്നവരുടെ ഉള്ളിൽ ചെറിയൊരു ആദി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും സൈലൻ്റ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. I wondered what the young men from northern India, almost all of them in the uniform of the guest workers, jeans, t-shirt, windcheater and sneakers, thought of his turbulent return to the workplace. അപ്പോൾ I wondered what the young men from northern India, almost all of them in the uniform of the guest worker. അപ്പം നമ്മുടെ എഴുത്തുകാരി വളരെ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിലുള്ള ചെറുപ്പക്കാരെല്ലാം എവിടെ നിന്നുള്ളവരായിരുന്നു, നോർത്തേൺ ഇന്ത്യയിൽ ഉള്ളവരായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു യൂണിഫോം പോലെയാണ് അവരുടെ വസ്ത്രങ്ങൾ. അതായത് ആ ഒരു ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികളുടെ ഒരു യൂണിഫോം പോലുള്ള വസ്ത്രങ്ങൾ. അതായത് എല്ലാവരും ഇട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേപോലുള്ള വസ്ത്രം എന്ന അർത്ഥത്തിലാണ്. ജീൻസ്, ടീഷർട്ട്, പിന്നെ വിൻചീറ്റോ മീൻസ് നമ്മൾ ആ ഒരു ജാക്കറ്റ് പോലുള്ള ആ ഒരു കോട്ട്, പിന്നെയോ സ്നീക്കേഴ്സ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂസ്. അവരുടെ ഒരു വസ്ത്രധാരണത്തിൻ്റെ രീതിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. തോട്ട് ഓഫ് ദിസ് ടർബുലൻസ് റിട്ടേൺ ടു ദ വർക്ക് പ്ലേസ്. അപ്പോൾ ഈ ഒരു പ്രക്ഷുബ്ധമായ ഈ ഒരു അന്തരീക്ഷത്തിൽ അവരെന്ത് ചെയ്യണം, അവരുടെ വർക്ക് പ്ലേസിലേക്ക്
തിരിച്ചു വരികയാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇന്ന് കൂടുതലും ഉള്ളത് ആരാണ്? അതിഥി തൊഴിലാളികൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള നോർത്തേൺ ഇന്ത്യ എന്നൊക്കെയുള്ള അതിഥി തൊഴിലാളികളാണ് ഈ ഒരു ഫ്ലൈറ്റിലുള്ളത് എന്നാണ് നമ്മുടെ അനിത നായർ പറയുന്നത്. The memory of the horrific floods in 2018 is still as vivid as they are frightening. അപ്പോൾ 2018 നമ്മുടെ പ്രളയത്തിൻ്റെ കാര്യവും ഇവിടെ നമ്മുടെ കഥാകൃത്ത് ഓർമ്മിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഫ്ലഡിൻ്റെ ആ ഒരു ഓർമ്മകളുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സും എല്ലാവരിലും പേടി ഉണ്ടാക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു പ്രക്ഷുബ്ധമായ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പുറത്ത് മഴ പെയ്യുന്ന ആ ഒരു പ്രതീതിയാണ് ഫ്ലൈറ്റിലുള്ളവർക്ക് അറിയാൻ പറ്റുക അല്ലേ? അപ്പോഴാണ് പുറത്ത് അവരുടെ ഫ്ലൈറ്റിൻ്റെ മേഘങ്ങളുടെ ആ ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥയൊക്കെ ഫ്ലൈറ്റിലിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു സമയത്ത് മഴ പെയ്യുമ്പോൾ ആ ഒരു ഫ്ലഡിൻ്റെ ഓർമ്മകളൊക്കെ ആയിരിക്കാം അവരിലേക്ക് വരുന്നത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ എഴുത്തുകാരി പറയുന്നത്. All around me was fear and anxiety, which manifested as a range in silence and a determined grip on the seat handles. അപ്പോൾ എനിക്ക് ചുറ്റിലെല്ലാം എല്ലാവരിലും എന്താണുള്ളത്? പേടിയും ഉത്കണ്ഠയൊക്കെയാണുള്ളത്. അത് പ്രകടമാകുന്നത് എങ്ങനെയാണ്? അവിടെ ആ ഒരു ഫ്ലൈറ്റിൽ നിൽക്കുന്ന ആ ഒരു സൈലൻസിലും എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ആ ഒരു സീറ്റ് ഹാൻഡിൽസൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ല ഉറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഭയങ്കര ഉത്കണ്ഠയിലും പേടിയിലുമാണ് ഉള്ളത് എന്ന് പ്രകടമാക്കുന്നത്. I must have been the only passenger on that flight who was happy with the turbulence. ആ ഒരു ഫ്ലൈറ്റിൽ എനിക്ക് ഉറപ്പാണ് ആ ഒരു ഫ്ലൈറ്റിൽ ഈ ഒരു ടർബുലൻസ്, ഈ പ്രക്ഷുബ്ധമായ ഈ ഒരു കാലാവസ്ഥയിൽ സന്തോഷിക്കുന്ന ഒരേ ഒരു യാത്രക്കാരി ഞാൻ മാത്രമായിരിക്കും. An uneventful flight meant good weather. So turbulence meant just one thing, wind currents and hence the monsoon. അപ്പോൾ ഫ്ലൈറ്റിലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? പുറത്ത് നല്ല ഒരു വെതറാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥ, ഈ ടർബുലൻസ് അർത്ഥമാക്കുന്നത് എന്താണ്? പുറത്ത് നല്ല കാറ്റുണ്ട് അല്ലെ, കാറ്റിൻ്റെ ശക്തമായ ആ ഒരു കാറ്റിൻ്റെ ഒഴുക്കുണ്ട്. അല്ലെങ്കിൽ ആൻഡ് ഹെൻസ് ദ മൺസൂൺ, അതായത് അത് എന്തായിരിക്കാം? ശക്തമായ കാറ്റ് എന്ന് പറയുമ്പോൾ അത് കാലവർഷമായിരിക്കാം അല്ലെ? കാലവർഷത്തിലാണ് നമുക്ക് പൊതുവെ എന്ത് വരുന്നത്? ഈ ഫ്ലൈറ്റിലെ യാത്രയിലൊക്കെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥ വരുന്നത്. ആഫ്റ്റർ ഓൾ ഐ വാസ് ട്രാവലിംഗ് ടു കേരള ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദ മൺസൂൺ. എല്ലാറ്റിനുപരി ഞാൻ ഈ കേരളത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൺസൂണുമായിട്ടുള്ള, കാലവർഷവുമായിട്ടുള്ള എൻ്റെ ആ ഒരു പരിചയം പുതുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാലവർഷം കാണുന്നതും ആസ്വദിക്കുന്നതൊക്കെ നമ്മുടെ എഴുത്തുകാരിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ടൈമിൽ നാട്ടിലേക്ക് വരുന്നതും. ഫോർ ഓൾമോസ്റ്റ് 6 weeks now the south west monsoon has been playing hide and seek. അപ്പോൾ അനിത നായർ പറയാണ്, ഏതാണ്ട് ഒരു 6 ആഴ്ചയായിട്ട് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ് അല്ലെ, ഒളിച്ചും പാത്തും കളിക്കുക. അതായത് മഴ വരുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക, മഴ പെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉള്ളത്. My daily calls to my parents would begin with the query, is it raining there? അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പാരൻസിനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അന്വേഷിക്കുന്ന കാര്യമാണ് അവിടെ മഴയുണ്ടോ എന്നുള്ള കാര്യം. This wasn't a conversation filler as it tends to be when two people have nothing to say to each other. അപ്പോൾ ഇത് സാധാരണഗതിയിൽ രണ്ടാൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ നമ്മൾ വെറുതെ ചോദിക്കൂലേ, എങ്ങനെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നൊക്കെ. ആ ഒരു രീതിയിൽ ഞാൻ അന്വേഷിക്കുന്നതല്ല, ശരിക്കും മഴയുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ അനിത നായർ പാരൻസിൻ്റെ അടുത്ത് ഈസ് ഇറ്റ് റെയിനിങ് ദർ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദെൻ ദിസ് വാസ് എ ജെന്യുവിൻ ക്വയറി. പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതെന്ന് പറയുന്നത് ഞാൻ ശരിക്കും ജെന്യുവിൻ, യാഥാർത്ഥ്യമായ ഒരു അന്വേഷണം തന്നെയായിരുന്നു. ഫോർ ദ ആൻസർ വുഡ് ഡിറ്റർമൈൻ മൈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അബൌട്ട് ലീക്കി റൂഫ്സ്, സ്ലിപ്പറി പാത്സ്, power outages and the ground cover that with the rain would take over the land.
അപ്പോൾ മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യനും ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലീക്കി റൂഫ് അല്ലേ, അതായത് റൂഫിനുള്ള ലീക്ക്, അതായത് മേൽക്കൂരയൊക്കെ പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ടോ, നമ്മുടെ വഴികളൊക്കെ സ്ലിപ്പറി വഴുക്കലുണ്ടോ, പിന്നെ കറണ്ട് പോകുന്നുണ്ടോ, ഗ്രൗണ്ടിലൊക്കെ ചളിയൊക്കെ നിറഞ്ഞ് പായലും പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആ മഴയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ. അപ്പോൾ മഴയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും ആര് റെഡിയാക്കിയിട്ടുണ്ട്? ആർക്ക് ചോദിക്കാനുണ്ട്? നമ്മുടെ അനിത നായർക്ക് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. ഓൺ July 17, which was the first day of the Karkidaka month, and when sheets of rain ought to be falling as if the end of the world was drawing near, my mother said the skies and had loomed a gunmetal grey, but all they had was a minor spell of reluctant rain, and now the sun was shining. Where has the rain gone? She asked. Has it come to you? അപ്പോൾ അനിത നായർ പറയാണ്, ഇത് എഴുതുന്ന ആ ഒരു സമയത്ത് July 17 കർക്കിടകം 1 അല്ലെ, വിച്ച് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ കർക്കിടകം. കർക്കിടകം 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാസം ജൂലൈ 17 ആൻഡ് വെൻ ഷീറ്റ്സ് ഓഫ് റെയിൻ ought to be falling as if the end of the world was drawing near. അപ്പോൾ ലോകം അവസാനിക്കുന്ന പോലെ തോന്നുന്ന വിധത്തിൽ അതിശക്തമായ മഴ പെയ്യേണ്ടതാണ് അല്ലേ. ആ ഒരു കർക്കിടകം 1 എന്നൊക്കെ പറയുമ്പോൾ കർക്കിടകം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അതിശക്തമായ മഴ പെയ്യേണ്ടതാണ്. My mother said the sky has loomed a gunmetal grey, but all they had warm was a minor spell of reluctant rain. അപ്പോൾ അമ്മയോട് ഫോൺ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അമ്മ പറയുന്നൊരു മറുപടിയാണ് ഇവിടെ പറയുന്നത്. ലോകം അവസാനിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി ഉണർത്തി നല്ല ഗൺമെറ്റൽ ഗ്രേ ഡാർക്ക് കളറിൽ മേഘങ്ങളൊക്കെ ഇരുണ്ടു വരും. പക്ഷെ എല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രമാണ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അവിടെ സൂര്യൻ ഉദിക്കും. അതായത് മഴ പെയ്യാൻ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. അതിനുശേഷം മഴ പെയ്യാതെ തന്നെ സൂര്യൻ വീണ്ടും തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. Where has the rain gone? She asked. Has it come to you? എന്നിട്ട് അമ്മ ചോദിക്കും, ഇങ്ങനെയും വന്ന ആ ഒരു മഴ എങ്ങോട്ടേക്കാണ് പോയത്? അത് നിന്റെ അടുത്തേക്കാനും മറ്റും വന്നു. അതായത് നമ്മൾ ജസ്റ്റ് ഒരു തമാശ പറയുന്ന പോലെ ഒക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇപ്പൊ പെയ്യുന്ന് കാണിച്ച് ആ ഒരു അതിശക്തമായി വന്ന മഴ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണ് ഇവിടെ നമ്മുടെ അനിത നായർ പറഞ്ഞിട്ടുള്ളത്. Bangalore, the city where I live when not in my village Mundakottukurushi in Kerala, was going through its windy phase. അപ്പോൾ ഇവിടെ നമ്മുടെ അനിത നായർ പറയാണ്, എൻ്റെ വില്ലേജായ കേരളത്തിലുള്ള എൻ്റെ വില്ലേജായ മുണ്ടക്കോട്ടുകുറിശിയിലല്ല എങ്കിൽ ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരിലിപ്പോൾ ആ ഒരു കാറ്റിൻ്റെ സമയമാണ്, ഒരു വിൻഡി ഫേസ് ആണ് ഉള്ളത്. For over a week now, a brutal wind had been sweeping the northern outskirt of the city with a menacing roll. അപ്പോൾ ഒരാഴ്ചയായിട്ട് അതിശക്തമായ, ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൂരമായ എന്ന് പറയാം, അതിശക്തമായ ആ ഒരു കാറ്റ് ആ ഒരു സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു മുഴക്കത്തോടെ വീശിയടിക്കുകയാണ്. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ്, അതായത് ജനൽപ്പാളികളൊക്കെ ഇങ്ങനെ തുറന്നു വരികയാണ്. ഡോർസ് അൺലാച്ച്ഡ് ദംസെൽസ്, ഡോറൊക്കെ അതിൻ്റെ കുളത്തുകളൊക്കെ അഴിച്ച് സ്വന്തമായിട്ട് തുറക്കുക മടക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. എറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീക്ഡ് ആൻഡ് ഗ്രോൺഡ് while leaves hissed and whispered. ഞാൻ താമസിക്കുന്ന എൻ്റെ ആ വീടിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ പരസ്പരം ഉരയുന്ന സമയത്തുള്ള ആ ഒരു സൗണ്ടും ലീഫുകളുടെ ആ ഒരു മർമ്മര ശബ്ദമൊക്കെ ആണ് അനിത നായർക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാം, ആ ഒരു കാറ്റിൻ്റെ സമയത്ത് അവിടെയുള്ളത്. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ പുഷിങ് ദ മൺസൂൺ ക്ലൗഡ്സ് എവേ. അപ്പോൾ രാത്രിയും പകലും എല്ലാം വീശിയടിച്ച കാറ്റ് ആ മൺസൂൺ മേഘങ്ങളെ കൊണ്ടുപോയി അല്ലെ. നമ്മൾ പൊതുവെ പറയാറുണ്ട് കാറ്റ് മഴയെ കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പം അതുപോലെ ആ മൺസൂൺ ക്ലൗഡ്സിനെ ആ കാറ്റ് കൊണ്ടുപോയി. സോ എ ടർബുലന്റ് ഫ്ലൈറ്റ് ഇൻ ടു കൊച്ചി ഇൻഡിക്കേറ്റഡ് പോസിബിൾ റൈൻസ്. അപ്പോൾ ഈ ഒരു
പ്രക്ഷുബ്ധമായ ഈ ഒരു ഫ്ലൈറ്റ്, ഈ ഒരു അന്തരീക്ഷം, ഫ്ലൈറ്റിലുള്ള ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പം അത് ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള മഴയെയാണ്. എക്സെപ്റ്റ് ദാറ്റ് ആസ് വി ഡിസെൻഡഡ് ഇൻ ടു കൊച്ചി ഇറ്റ് സീം ടു ഹാവ് നോ റെയിൻ ഐദർ. പക്ഷെ നമ്മൾ കൊച്ചിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിന് ആ ഒരു എക്സ്പെക്റ്റേഷൻ, ആ പ്രക്ഷുബ്ധമായ കാലാവസ്ഥക്ക് നേരെ വിപരീതമായ ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ എന്തുണ്ടായിരുന്നില്ല? മഴ ഉണ്ടായിരുന്നില്ല. The grey sky suggested rain, but the blanched greenery said something else. അപ്പോൾ ആ ഒരു ഗ്രേ കളറിലുള്ള ആകാശം സൂചിപ്പിക്കുന്നത് എന്താണ്? മഴയുടെ ലക്ഷണമാണ്. ബട്ട് ദ ബ്ലാഞ്ച്ഡ് ഗ്രീനറി, അപ്പോൾ ആ വിളറിയ രീതിയിലുള്ള ആ പച്ചപ്പ് അല്ലെ, ആ ഒരു പുല്ലുകളും മറ്റും കാണുന്ന ആ ഒരു കാഴ്ചപ്പാട്, അത് പറയുന്നത് മറ്റെന്തോ ആണ്. അതായത് അത് പറയുന്നത് എന്താണ്? ആ ഒരു മഴയൊന്നുമില്ലാതെ പുല്ലുകളൊക്കെ ആകെ എന്താ പറയുക, നമ്മൾ വിളറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാടിക്കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ മഴയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. എ ഡിഫിഡൻസ് ദാറ്റ് ലീവ്സ് വൺ ഫീലിംഗ് ബോത്ത് ഹെൽപ്ലെസ് ആൻഡ് പവർലെസ്. ആ ഒരു ആശങ്ക അല്ലെ, ആ ഒരു ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നിസ്സഹായനും പവർലെസ്സുമാക്കി മാറ്റുന്നുണ്ട്. അതായത് ആ ഒരു മഴയില്ലാത്ത അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റില്ല? മനുഷ്യർക്ക് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മനുഷ്യർ ആ ഒരു കാര്യത്തിൽ നിസ്സഹായരും പവർലെസ്സുമാണ്. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ought to be doing? ഒരു മൺസൂൺ കാലാവസ്ഥ, അത് ചെയ്യേണ്ട കാര്യം അത് ചെയ്യാതെ മറ്റുള്ളവർക്ക് എങ്ങനെ അതിനെ പ്രലോഭിക്കാൻ പറ്റും? അതായത് ആ ഒരു മൺസൂൺ കാലാവസ്ഥ, ആ മഴ പെയ്പ്പിക്കുക എന്നുള്ളത് അത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതിനൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അതിനെ പ്രലോഭിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നോട്ട് എ ഡ്രോപ്പ് ട്രാവൽസ് വിത്ത് മീ ടു മൈ വില്ലേജ്. എൻ്റെ വില്ലേജിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം പോലും എൻ്റെ കൂടെ വന്നില്ല. അതായത് ഒരു തുള്ളി പോലും മഴ പെയ്തില്ല. When I was last here in June to celebrate the onset of big monsoon, which I have done for many years now, the monsoon had failed to break. അപ്പോൾ when I was last here in June, അതായത് ഞാൻ ലാസ്റ്റ് ജൂണിൽ എന്തിന്? ആ മഴയുടെ മൺസൂണിൻ്റെ ആരംഭം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത്, അതായത് ഒരുപാട് വർഷമായിട്ട്, വിച്ച് ഐ ഹാവ് ഡൺ ഫോർ മെനി ഇയേഴ്സ് നൗ, ഒരുപാട് വർഷമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ജൂണിലാവുമ്പോഴേക്ക് അല്ലെങ്കിൽ മൺസൂണിൻ്റെ ആരംഭത്തിലേക്ക് അനിത നായർ നാട്ടിലേക്ക് വരാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷവും വന്നപ്പോൾ ദ മൺസൂൺ ഹാഡ് ഫെയിൽ ടു ബ്രേക്ക്, മൺസൂൺ എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. A few summer storm had escalated the heat and the meteorological department said that the monsoon was lurking in the Maldives. അപ്പോൾ a few summer storms had escalated the heat. ആ ഒരു സമ്മറിലുള്ള ആ ഒരു സ്റ്റോം, ശക്തമായ കാറ്റുകൾ എന്ത് ചെയ്യുന്നത്? ചൂട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് പറയുന്നത്? മൺസൂൺ എവിടേക്ക് പോയിട്ടാണ് ഉള്ളത്? മാൽഡീവ്സിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The villagers had said that the summer drought had been intense. അപ്പോൾ ആ സമയത്ത് ആ വില്ലേജർ പറയായിരുന്നു, ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു വേനലിലുണ്ടായിരുന്ന വരൾച്ച എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായിരുന്നു. It's been almost 2 decades since we saw the wells and canals dry up and the water tables fall so low, they had said. അവർ പറഞ്ഞു അല്ലേ, ഏതാണ്ട് 2 ദശാബ്ദമായിട്ട്, 2 ദശാബ്ദം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 വർഷമായിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലായിരുന്നു കിണറുകൾ വറ്റി വരേണ്ടതും കനാലൊക്കെ ഡ്രൈ ആയതും വാട്ടർ ടേബിളിലെ ആ ഒരു ജലനിരപ്പ് താഴ്ന്നതൊക്കെ ഒരു 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു. they had said. Nothing as it was. ഇപ്പോൾ കാര്യങ്ങളൊന്നും മുമ്പത്തെ പോലെയല്ല. Build a few more concrete monstrosities, tile some more front yards and cut down more trees, and in decades time, if not earlier, you will be paying for water as I do in Bangalore, rupees 400 for a small tanker of water to supplement the trickle source from community borewell. അപ്പോൾ ഇവിടെ അനിത നായർ പറയുന്നത് എന്താണ്? കാരണം കാര്യങ്ങളൊന്നും ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? വലിയ വലിയ ഭീകരമായ കൂറ്റൻ ബിൽഡിങ്ങുകൾ പണിയാണ്, മുറ്റത്തൊക്കെ ടൈലിടുകയാണ്, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിക്ക് നമ്മൾ വരുത്തുന്ന ദോഷങ്ങളാണ് പറയുന്നത് അല്ലേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് തന്നെ നമ്മളും എന്ത് ചെയ്യേണ്ടി വരും? ബാംഗ്ലൂരിൽ ഇപ്പോൾ അനിത നായർ
വെള്ളത്തിന്, ഒരു ടാങ്ക് വെള്ളത്തിന് 400 രൂപ ചിലവാക്കുന്നത് പോലെ നമ്മളും ചിലവാക്കേണ്ടി വരുന്നതാണ് പറയുന്നത്. അത് ഏതിനു പുറമെ, അവിടെയുള്ള ആ ഒരു പൊതു കിണറിലുള്ള വെള്ളം എടുക്കുന്നതിന് പുറമേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാങ്ക് വെള്ളത്തിന് 400 രൂപ വെച്ചിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ നമ്മളുടെ അവസ്ഥയും ഈ രീതിയിലാവും എന്നാണ് നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്നത്. And here we are a week into Karkidagam, when fields and canals ought to be overflowing and ditches gurgling like streams, and the monsoon still hasn't planted its feet in the ground. And here we are a week into Karkidagam. ഇപ്പം ഞാനിവിടെ ഏതാണ്ട് കർക്കിടകം തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അല്ലേ. when fields and canals ought to be overflowing, ഇവിടെ ഈ ഒരു സമയത്ത് കനാലും നമ്മുടെ ഇത് ഫീൽഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് വെള്ളം വരേണ്ട സമയമായി. ഡിച്ചസ് ഗാഗ്ലിംഗ് ലൈക്ക് സ്ട്രീം, ചെറിയ തോടുകളൊക്കെ അരുവികൾ പോലെ ഒഴുകേണ്ട സമയമായി. ആൻഡ് ദ മൺസൂൺ സ്റ്റിൽ ഹാസ് ഇൻ പ്ലാന്റഡ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. എന്നിട്ടും മൺസൂൺ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ കാൽപാദങ്ങൾ ഈ മണ്ണിൽ വെച്ചിട്ടില്ല, ഈ ഗ്രൗണ്ടിൽ പതിച്ചിട്ടില്ല. അതായത് മഴ എന്നിട്ടും കർക്കിടകം ഒരാഴ്ച കഴിഞ്ഞിട്ടും മഴ പെയ്തിട്ടില്ല എന്നാണ് ആര് പറയുന്നത്, അനിത നായർ പറയുന്നത്. അറ്റ് ഡസ്ക് മൈ സ്പ്രൈറ്റ്ലി 85-year-old uncle കംസ് കോളിംഗ്. അപ്പോൾ ഡസ്ക് മീൻസ് സന്ധ്യാസമയം അല്ലേ, ഈവനിങ്. ആ ഒരു സമയത്തേക്ക് എൻ്റെ ആ സ്ട്രോങ് ആയിട്ടുള്ള 85 വയസ്സുള്ള എൻ്റെ അങ്കിൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹിയർ ഈസ് എ മാൻ ഹു സ്ട്രാഡിൽസ് ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് വിത്ത് ദ സെയിം ഈസ് ഹി ഡസ് ഹിസ് സ്കൂട്ടർ. അപ്പോൾ പറയാണ്, ഒരു സ്കൂട്ടറിൽ നമ്മൾ 2 കാലുകൾ അപ്പുറം ഇപ്പുറവും വെച്ചിരിക്കില്ലേ, അതാണ് സ്ട്രാഡിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ പാസ്റ്റും പ്രസന്റും ഒരേപോലെ, ഒരു സ്കൂട്ടറിൽ നമ്മൾ കാലുകൾ അപ്പുറവും ഇപ്പുറവും വെച്ചിരിക്കുന്ന അതേപോലെയാണ് ഈ ഒരു അമ്മാവന് പാസ്റ്റും പ്രസന്റും. അതായത് ഈ ഒരു മുമ്പുള്ള കാലവും ഇപ്പോഴത്തെ കാലവും ആ ഒരു രീതിയിൽ വളരെ അനായാസമായിട്ട് വിവരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. He has seen how the monsoon can turn a village into penury and how its lack can cause the same. അപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഒരു മൺസൂണിന് എങ്ങനെയാണ് ഒരു വില്ലേജിനെ അതിദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ടേൺ എ വില്ലേജ് ഇൻ ടു പെനുവറി അല്ലെ, കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതെന്നും, ആൻഡ് ഹൗ ഇറ്റ്സ് ലാക്ക് ക്യാൻ കോസ് ദ സെയിം. അതായത് മൺസൂൺ കൂടിയാലും അതെങ്ങനെ നമ്മളെ ദാരിദ്ര്യത്തിൽ കൊണ്ടുപോകുന്നു, മൺസൂൺ കുറഞ്ഞാലും അതെങ്ങനെ ദാരിദ്ര്യത്തിൽ കൊണ്ടുപോകുന്നൊക്കെ ഈ അമ്മാവൻ അവരുടെ ജീവിത ആ ഒരു യാത്രയിൽ കണ്ടിട്ടുണ്ട്. വി ടോക്ക് അബൌട്ട് ഹൗ ദ മൺസൂൺ വൺസ് വാസ്. എന്ത് ചെയ്തിരുന്നു, മുമ്പൊക്കെ മൺസൂൺ എങ്ങനെയാണെന്നൊക്കെ അവരെന്ത് ചെയ്തു, സംസാരിച്ചിരുന്നു. ദ ഇൻസെസൻറ്റ് റെയിൻ വുഡ് മേക്ക് എവറിത്തിങ് ക്ലാമി ടു ദ ടച്ച്. അപ്പോൾ നിർത്താതെ പെയ്യുന്ന മഴ എല്ലാറ്റിലും എന്തുണ്ടാക്കുമായിരുന്നു, ഒരു തരം ക്ലാമി മീൻസ് നനവ് അല്ലേ. ആ നിർത്താതെ പെയ്യുന്ന മഴ ആ പരിസരങ്ങളിൽ മൊത്തം എന്തിനും ഒരു നനവ് പടർത്തുമായിരുന്നു. ദ ഡാം വുഡ് ബ്രീത്ത് എ മസ്നെസ് ഓൺ ടു ക്ലോത്ത് ആൻഡ് ഗ്രെയിൻ ടേണിംഗ് സ്റ്റോൺ എ മോസി ഗ്രീൻ. അപ്പോൾ ആ ഒരു ഡാം മീൻസ് ഈർപ്പം, ആ ഈർപ്പം എന്തിലൊക്കെ ഉണ്ടാവും, വുഡ് ബ്രീത്ത് എ മസ്നെസ് ഓൺ ടു ക്ലോത്ത്, ആ ഒരു ഈർപ്പത്തിൻ്റെ ആ ഒരു മണം നമ്മുടെ ക്ലോത്തിൽ, വസ്ത്രത്തിലും, ഗ്രെയിൻ ധാന്യത്തിലും, ടേണിംഗ് സ്റ്റോൺ എ മോസി ഗ്രീൻ, അതേപോലെ കല്ലുകളൊക്കെ പായലൊക്കെ പിടിച്ച് ആ രീതിയിലൊക്കെയായി മാറുമായിരുന്നു ആ ഒരു നിർത്താതെ പെയ്യുന്ന ആ ഒരു മഴക്കാലത്ത്. അപ്പം മുമ്പ് കാലത്ത് ആ ഒരു മഴക്കാലത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സറൗണ്ടിങ്സിനുണ്ടാകുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ അങ്കിള് പറഞ്ഞതായിട്ട് അനിത നായർ പറയുന്നത്. ടു ഹിയർ മൈ അങ്കിൾ സ്പീക്ക് ഓഫ് ദ റെയിൻ ഈസ് ടു റിയലൈസ് ഹൗ റിയൽ ആൻഡ് ഹ്യൂമൻ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് ടു ഹിം. അപ്പോൾ ടു ഹിയർ മൈ അങ്കിൾ സ്പീക്ക് ഓഫ് ദ റെയിൻ, അപ്പം അങ്കിള് ആ ഒരു മഴയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഈസ് റിയലൈസ് ഹൗ റിയൽ ആൻഡ് ഹ്യൂമൻ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് ടു ഹിം. ആ ഒരു തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എങ്ങനെയായിരുന്നു മനുഷ്യർക്ക് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ദ മച്ച് അവൈറ്റഡ് വിസിറ്റ് ബൈ എ റിച്ച് റിലേറ്റീവ് ദാറ്റ് ടേൺസ് ഇൻ ടു എ ജോയ്ലെസ് ആൻറ്റി ക്ലൈമാക്സ്, the monsoon have proved to be a disappointment. അപ്പോൾ ലൈക്ക് ദ മച്ച് അവൈറ്റഡ് വിസിറ്റ് ബൈ എ റിച്ച് റിലേറ്റീവ്, നമ്മൾ വളരെ സമ്പന്നനായ ഒരു അതിഥിയെ കാത്തിരുന്ന് അതിൻ്റെ ക്ലൈമാക്സിൽ നമുക്കൊരു സന്തോഷം ഇല്ലാതിരിക്കുന്നത് പോലെയാണ് ഇവിടെ മൺസൂണും എന്ത് ചെയ്യുന്നത്, നമ്മളെ നിരാശവാനാക്കുന്നത്. അതായത് മഴയുടെ ആ ഒരു ശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിച്ച് അത് കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ
പറയുന്നത്. ഹി അക്യൂസ്ഡ് ദിസ് ഇയർ മൺസൂൺ ഓഫ് മിയർലി കാട്ടിക്കൂട്ടി പോവുക. നമ്മൾ പറയില്ലേ, ഒരു കൃത്യമായിട്ടില്ലാത്തത് നമ്മളൊരു കാട്ടിക്കൂട്ടി ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പം അതുപോലെയാണ് പറയുന്നത്. ഈ വർഷത്തെ മൺസൂൺ എന്താണ്, ഒരു തരം കാട്ടിക്കൂട്ടി പോവലാണ്. ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് എ ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ ആൻഡ് stillness in the air, and then not showing up. Evening turns to night. A lone firefly views pattern of life. I watch the night, waiting for some sign of an impending downpour. Eventually I go to bed. അപ്പോൾ ഇവിടെ പറയാണ് നമ്മുടെ അനിത നായർ, ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദ എയർ, ആൻഡ് ദെൻ നോട്ട് ഷോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു ഗ്രേ കളറുള്ള ആകാശവും ആ ഒരു ഇടിയുടെയൊക്കെ സൗണ്ടും എല്ലാം എന്താണ്, നിശ്ചലമായിട്ടാണ്. ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദ എയർ ആൻഡ് ദെൻ നോട്ട് ഷോയിങ് അപ്പ്. അതൊന്നും തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഈവനിങ് ടേൺസ് ടു നൈറ്റ്. വൈകുന്നേരം എന്തായി മാറി, രാത്രിയായി മാറി. എ ലോൺലി ഫയർഫ്ലൈ വ്യൂസ് പാറ്റേൺസ് ഓഫ് ലൈഫ്. ഒരു ഫയർഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നാമിനിങ് അല്ലേ, അതിൻ്റെ വെളിച്ചം കൊണ്ടുള്ള ചിത്രങ്ങൾ വരച്ച് തീർക്കുകയാണ്. അതായത് ആ മിന്നാമിനിങ് മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. വി വൺ എ പാറ്റേൺ ഓഫ് ലൈഫ്. ഐ വാച്ച് ദ നൈറ്റ് വെയിറ്റിംഗ് ഫോർ സം സൈൻ ഓഫ് എൻ ഇംപെൻഡിങ് ഡൗൺ പോർ. അപ്പോൾ നമ്മുടെ എഴുത്തുകാരി എന്ത് ചെയ്യാണ്, രാത്രിയെ തന്നെ നിരീക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ട്, വരാനിരിക്കുന്ന അതിശക്തമായ ഒരു മഴയുടെ അടയാളവും നോക്കി കാത്തിരുന്നു. ഇവഞ്ച്വലി ഐ ഗോ ടു ബെഡ്. ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു, കിടക്കാൻ വേണ്ടി പോയി. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ വേക്ക് ടു ഡ്രമ്മിങ് ഓൺ മൈ ചൈൽഡ് റൂഫ്. അപ്പോൾ എൻ്റെ ആ ഒരു റൂഫിൽ, മേൽക്കൂരയിലുള്ള ആ ഒരു ഡ്രമ്മിങ്, താളമേളം കേട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉണരുന്നത്. ഇറ്റ്സ് 2 AM and the monsoon has finally come calling on me. ഇതിൻ്റെ പുലർച്ചെ 2 മണി സമയമാണ്. അപ്പം ഒടുവിൽ മൺസൂൺ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട്. അതായത് മഴ പെയ്യുന്നുണ്ട് എന്നർത്ഥം. ദ പ്രൊഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. അപ്പോൾ ദൂർത്തടിക്കുന്ന, പ്രൊഡിഗൽ സൺ മീൻസ് ദൂർത്തനായ പുത്രൻ അല്ല, ദൂർത്തനായ പുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെ, അതുപോലെ. അതായത് ആ മഴയുടെ തീവ്രതയാണ്, ശക്തിയാണ് അവിടെ പറയുന്നത്. I pulled the sheet to my chin and snuggled deeper into bed. ഞാൻ പുതപ്പ് ഒന്നും കൂടെ വലിച്ചു മൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ഒരു തണുപ്പിൻ്റെ ഊഷ്മളതയിൽ, ആ ഒരു മഴയുടെ ഊഷ്മളതയിലേക്ക് വീണ്ടും ഒന്ന് പുതച്ച് കിടന്നു. For that too is one of the many pleasures of the month. അപ്പോൾ അതും മഴയുടെ ഒരുപാട് സന്തോഷങ്ങളിൽ ഒന്നാണ്, എന്ത്, മൂടി പുതച്ച് കിടക്കുക എന്നുള്ളത്. When I wake up at daybreak, the music of the rain is still playing. അപ്പോൾ ഞാൻ ആ ഒരു പുലർച്ചെ ഞാൻ എഴുന്നേൽറ്റപ്പോഴും ആ ഒരു മഴയുടെ മ്യൂസിക് അങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് മഴ നിലച്ചിട്ടില്ല. പ്ലെയിൻ ആൻഡ് ഗമക ലാഡൻ നോട്ട്സ്. അത് പ്ലെയിനും ഗമക ലാഡൻ നോട്ട്സ്. ഗമക ലാഡൻ നോട്ട്സ് മീൻസ് ആ ഒരു കർണാട്ടിക് സംഗീതത്തിലെ ആ ഒരു സംഗീതത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ഒരു മഴയുടെ ശബ്ദത്തെ ആ ഒരു കർണാട്ടിക് സംഗീതമായിട്ടാണ് ഇവിടെ ആര് പറയുന്നത്, അനിത നായർ പറയുന്നത്. ഹൈ ആൻഡ് ലോ ഡെസിബിൾസ്. ഡെസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താളമേളാണ്. ശരിക്കും ഡെസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ്. ഇവിടെ ആ താളമേളാണ് പറയുന്നത്. ഉയർച്ചയിലും താഴ്ചയിലുമുള്ള താളമേളം. ദ സ്റ്റേറ്റ്ലി പേസ് ഓഫ് ദി വിളംബകാലം, ദ സെൻറ്റർ ഓഫ് ദി മധ്യമകാലം, ദ ക്യുക്ക് ട്രോഡ് ഓഫ് ദി ദ്രുതകാലം. ഇതൊക്കെ കർണാടിക് സംഗീതത്തിലെ 3 രീതികളാണ് പറയുന്നത് അല്ലേ. ദ സ്റ്റേറ്റ്ലി പേസ് ഓഫ് ദി വിളംബകാലം എന്ന് പറഞ്ഞാൽ സ്ലോ രീതിയിലുള്ളത്. ദ സെൻറ്റർ ഓഫ് ദി മധ്യമകാലം എന്ന് പറഞ്ഞാൽ മീഡിയത്തിൽ. ആൻഡ് ദ ക്യുക്ക് ട്രോഡ് ഓഫ് ദ്രുതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡായിട്ടുള്ളത്. അപ്പോൾ ആ മഴയുടെ താളമേളത്തെ ആ കർണാടിക് സംഗീതമായിട്ട് അതിൻ്റെ ആ ഒരു ഇതായിട്ട് ലോവും ഹൈയും മീഡിയൊക്കെ ആയിട്ട് പറയാണ് ചെയ്യുന്നത്. ദ റെയിൻ ബീക്കൺസ് മീ ഇൻ ടു ഇറ്റ്സ് ആം. മഴ അതിൻ്റെ കരങ്ങളിലേക്ക് എന്നെ മാടി വിളിക്കുന്നു. ദെൻ ദ റെയിൻ ഫോൾസ്. അപ്പോൾ മഴ പെയ്യാണ്. ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദ സ്വിംഗ് സീറ്റ് ഓൺ ദ വരാന്ത. ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കി ആ ഒരു വരാന്തയിലുണ്ടായിരുന്ന ആ ഒരു സ്വിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഊഞ്ഞാലയിൽ ഇരുന്ന് മഴയെ നോക്കുകയാണ്. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വെയർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. ഏതുപോലെയാണ് മഴയെ നോക്കുന്നത്, വിദേശിയായ ഒരു ദേശാടന പക്ഷിയെ പോലെയാണ് ഞാൻ മഴയെ നോക്കുന്നത്. കാരണം മൺസൂണിൽ കഴിഞ്ഞ വർഷം വന്നപ്പോഴൊന്നും ആരും മഴ കണ്ടിട്ടില്ല, നമ്മുടെ എഴുത്തുകാരി മഴ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ഒരു ദേശാടന പക്ഷി, വിദേശിയായ ഒരു ദേശാടന പക്ഷി എന്ന് മഴയെ ഇവിടെ
ഉപമിക്കുന്നത്. എഫ്രൈറ്റ് ഈവൻ സൈ ഇൻ പ്ലഷർ ഫോർ ഐ മൈറ്റ് ഫ്രൈറ്റൺ ഇറ്റ് എവേ. അപ്പോൾ ആ ഒരു മഴ വന്ന സന്തോഷത്തിൽ ഒരു ദീർഘനിശ്വാസം പൊഴിക്കാൻ പോലും എനിക്ക് പേടിയാവുന്നു. കാരണം ഞാൻ അത്രമാത്രം സന്തോഷിക്കുമ്പോഴേക്കും അതൊരു പക്ഷേ മഴ പോയാലോ എന്ന് ഭയന്നിട്ട് ആ ഒരു ദീർഘനിശ്വാസം പൊഴിക്കാൻ പോലും എനിക്ക് പേടിയാകുന്നു. വാട്ട് ടെയിൽസ് ടു ഈച്ച് ഡ്രെയിൻ ഡ്രോപ്പ് ഹോൾഡ്. എന്തൊക്കെ കഥകളാണ് ഓരോ മഴത്തുള്ളികളും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വാട്ട് ലെസൺസ് വിൽ ഇറ്റ് ടീച്ച്. എന്തൊക്കെ പാഠങ്ങളാണ് അതിന് പഠിപ്പിക്കാനുള്ളത്. വാട്ട് ഗിഫ്റ്റ്സ് വിൽ ഇറ്റ് ഓഫർ. എന്തൊക്കെ സമ്മാനങ്ങളാണത് ഓഫർ ചെയ്യുന്നത്. ദ മാജിക് ഓഫ് ദ മൺസൂൺ റിസണൻസ് ഇൻ മീ ആസ് എ സെൻസ് ഓഫ് വെൽബീയിങ്. അപ്പോൾ ആ ഒരു മൺസൂണിൻ്റെ ആ ഒരു മാജിക്, ഇന്ദ്രജാലം എന്നിൽ എന്തുണ്ടാക്കുന്നു? ഒരു ഐശ്വര്യവും ആ ഒരു നമ്മൾ പറയില്ലേ അത് മഴ ഐശ്വര്യം കൊണ്ടുവന്നു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ഐശ്വര്യം എന്നിൽ പ്രതിഫലിപ്പിച്ചു. ഫോർ നൗ ദ വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മഴയുള്ള ഭൂമി എന്ന് പറയുന്നത് ഒരു സുന്ദരമായ സ്ഥലമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു നമ്മുടെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ആർട്ടിക്കിൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലുള്ള ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.